താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ആം ആദ്മി പ്രവർത്തകനും സമരസമിതി പ്രവർത്തകനുമായ താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശി ബാവൻകുട്ടിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ കൂടാതെ ഒരാൾ കൂടി കസ്റ്റഡിയിലുണ്ടെന്ന് സൂചനയുണ്ട്. ഇംതിയാസ് കരീം ചെയ്തിട്ടുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായ അയാളുടെ ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ സംബന്ധിച്ചും സമരത്തിൽ അന്നുണ്ടായ സമയത്തൊക്കെ എടുത്ത നിലപാടുകൾ സംബന്ധിച്ചൊക്കെ എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്? മറ്റാര് കൂടി പിടിയിലായിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത്? പ്രജീഷ്, ഉച്ചയ്ക്കൊരു 2 മണിയോടുകൂടിയാണ് ഈ ആം ആദ്മി പ്രവർത്തകനും സമരസമിതി അംഗവുമായിട്ടുള്ള താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശിയായിട്ടുള്ള ബാവൻകുട്ടിയെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. താമരശ്ശേരി അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുറേ സമയമായിട്ട് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ കൂടെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട്. അതും സമരസമിതിയിലുള്ള ഒരാൾ തന്നെയാണ്. ഈ ബാവൻകുട്ടി അവിടെ സമരം ഉണ്ടായപ്പോഴൊക്കെ, എല്ലാ കാലത്തും സമരം ഉണ്ടായപ്പോഴൊക്കെ അവിടെ പ്രസംഗിക്കാനും അതിന് മുൻപിൽ നിന്ന് നേതൃത്വം കൊടുത്ത ഒരാളുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെന്ന് പറയുന്നത്. എന്നാൽ പോലീസ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ മെഹ്റൂഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും ഇതുവരെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ തലേ ദിവസവും ഒക്കെ രാത്രിയിൽ ഈ അവിടെയുള്ള സമീപവാസികളുടെ കരിമ്പാലക്കുന്നിലെ വീടുകളിൽ പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ എത്തി പേപ്പറിൽ ആ വീട്ടിലെ അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ ഒളിവിലാണ്. ആരും ഇതുവരെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 500ഓളം പ്രതികളെ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ആകെ 8 എഫ്ഐആറുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഈ ഫ്രഷ് കട്ട് സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരനുണ്ട്, രാജിൻ. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കൂടെ ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു കേസ് കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ 200 പേർക്കെതിരെയാണ് ആ എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സംഘർഷം ഉണ്ടായപ്പോൾ ആ സ്ഥാപനത്തിലെ ഈ ജീവനക്കാരന് പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയുമാണ്. ആ തരത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ വയനാട് എസ്.പിക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചുമതല കൊടുത്തിരിക്കുന്നത്. കാരണം റൂറൽ എസ്.പിക്ക് ഈ ബൈജുവിന് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം റെസ്റ്റിലാണ്, അദ്ദേഹം ഡ്യൂട്ടിയിലില്ല എന്നുള്ളത് കൊണ്ടാണ് എസ്.പിക്ക് ചുമതല കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ കൂടെ ഈ വിഷയത്തിലേക്ക് കടന്നുകൂടിയതോടുകൂടി ആ തരത്തിൽ കൂടെ ഇത് വിവാദമായിട്ടുണ്ട്.